അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ എയർ വാഷ് ഒക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരമാണ് പോകുന്നത്, അതുകൊണ്ട് മോയ്സ്ചറൈസർ മാത്രമേ തേച്ചിട്ടുള്ളൂ, സൺസ്ക്രീം ഒന്നും തേച്ചിട്ടില്ല. പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് ലാക്മിയുടെ. ഇത് എൻ്റെ സ്കിൻ ടോണ് മാച്ച് ആയിട്ടുള്ളതല്ല കേട്ടോ, പിന്നെ വാങ്ങിച്ച സ്ഥിതിക്ക് യൂസ് ചെയ്യണമല്ലോ എന്നിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് നോക്കിയ സമയത്ത് ബ്ലെൻഡർ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ വേറൊരാൾ കൂടി വന്നിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ റോസ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോളിങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവളിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ റെഡി ആക്കിക്കോളട്ടെ. എന്നാൽ ലാസ്റ്റ് പൗഡറൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും. പിന്നെ കണ്ണ് എഴുതുന്നതൊക്കെ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറില്ല. താല്പര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എനിക്കുണ്ടല്ലോ കണ്ണ് എഴുതാതെ അതേപോലെ ഐലൈനർ ഒന്നും ഇടാതെ എനിക്ക് പുറത്ത് പോകാനേ തോന്നാറില്ല. ഞാൻ ഐലൈനർ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഡാസ്ലറിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പൊട്ട് വെച്ച് കൊടുത്തു. ഈ പൊട്ട് ആ സമയത്ത് എനിക്കത് മാച്ചായിട്ട് തോന്നിയെങ്കിലും പിന്നെ എനിക്കത് വേണ്ടാന്ന് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഒറ്റ കറക്കം കറങ്ങി വരുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറി വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. റെനയുടെ ലിപ്സ്റ്റിക് ആണിത്. റെനയുടെ പ്ലേ ഓഫ് ക്ലേ ഷെയ്ഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് വാച്ചൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. ഈ അമ്പലത്തിലേക്ക് പോവാണ്. മെട്രോയിലാണ് പോകുന്നത്, കാരണം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന്. നിങ്ങൾ ആരെങ്കിലും ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.